അടുത്തത് പ്രോബ്ലം 5 ആണ്. പ്രോബ്ലം 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ഷോൺ ഇൻ ഫിഗർ ആൻഡ് ഡിറ്റർമൈൻ ദ മൊമെൻറ്റ് അറ്റ് ഓൾ ദ സപ്പോർട്ട്സ് ആണ് ക്വസ്റ്റ്യൻ. ഇതിൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. അപ്പം ഇത് പിന്നെ അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോർഷൻ ഓവർ ഹാങ്ങിങ് ഉണ്ട്, ഒരു പോർഷൻ എന്തുണ്ട് ക്യാൻറ്റിലിവറും ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ BCDE അങ്ങനെ 4 സപ്പോർട്ട്സ് ഉണ്ട്. ഒരു പോർഷനിൽ ഓവർ ഹാങ്ങിങ് ഉണ്ട്, ഒരു പോർഷനിൽ എന്തുണ്ട് ക്യാൻറ്റിലിവർ ഉണ്ട്. അതാണ് ക്യാൻറ്റിലിവർ ആൻഡ് ഓവർ ഹാങ് ഉള്ള ക്വസ്റ്റ്യൻ ആണിത്. അതേപോലെ തന്നെ AB എന്ന് പറയുന്ന ഒരു ഓവർ ഹാങ്ങിങ് പോർഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I ആണ്. ലോഡ് എന്താണ് 40 kN/m ആണ്. ലെങ്ത് എന്താണ് 2 മീറ്റർ ആണ്. BCയിൽ എന്താണ് ഇതേപോലെ തന്നെ UDL ഉണ്ട് 40 kN/m. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണ് I ആണ്. CDയിൽ ഇതേപോലെ തന്നെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ 2I ആണ്. ലോഡ് എന്താണ് 60 kN ആണ്. ആക്ടിങ് അറ്റ് സെൻറ്റർ ആണ്. ഓക്കെ, അതായത് 3 മീറ്ററിലാണ് എന്ത് ചെയ്യണത് ആക്ട് ചെയ്യണത്. അതേപോലെ തന്നെ DE സ്പാനിൽ എന്താണ് അതേപോലെ തന്നെ 80 kN ആണ്. അതെവിടെയാണ് ആക്ട് ചെയ്യണത് അറ്റ് സെൻറ്റർ ആണ്. 80 kN ആക്ട് ചെയ്യുന്നത് സെൻറ്റർ ആണ്. അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ് 1.5 I ആണ്. പിന്നെ EF പോർഷൻ ഓവർ ക്യാൻറ്റിലിവർ പോർഷൻ ആണ്. അതിൻ്റെ ലോഡ് 40 kN ആണ്. അതേപോലെ തന്നെ എത്ര ക്യാൻറ്റിലിവർ 2 മീറ്റർ ആണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്നുള്ളത്, എന്താ ഇതിലെ വ്യത്യാസം ഓവർ ഹാങ്ങിങ് ക്യാൻറ്റിലിവറിൻ്റെ എന്നുള്ളത് ഞാൻ പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാണ്. സാധാരണ ചെയ്യണ പോലെ തന്നെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രം എന്താണ് സെയിം ആണ്. നമ്മൾ സെയിം അല്ല, എന്താണോ മുന്നേ പഠിച്ചത് അതേ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാണ്. ഓക്കെ, എന്താണ് ഈ ഓവർ ഹാങ്ങിങ് പോർഷൻ ക്യാൻറ്റിലിവർ പോർഷൻ വരുമ്പോൾ ചേഞ്ച് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, അപ്പം ആദ്യം ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം. ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം AB പോർഷൻ എടുക്കുക. AB പോർഷൻ എന്താണ് ഓവർ ഹാങ്ങിങ് പോർഷനാണ്. അപ്പോൾ അതിനെന്തുണ്ടാവില്ല ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഉണ്ടാവില്ല. അതാണ് ഇവിടെ കാലിയാക്കി ഇട്ടിട്ടത്. ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഉണ്ടാവില്ല. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത BC പോർഷനാണ്. BC പോർഷൻ എന്താണ് BC പോർഷനിൽ എന്തുണ്ടാവും ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഉണ്ടാവും. എന്താണ് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. സപ്പോർട്ട്സ് സിംപ്ലി സപ്പോർട്ടഡ് ആക്കുമ്പം എന്താണോ അതിലുള്ള ലോഡിങ്, ആ ലോഡിങ്ങിൻ്റെ കാരണം കൊണ്ട് ഉണ്ടാവുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ആണ് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം. ഓക്കെ, അപ്പം ലോഡ് UDL ആണ്. സ്പാൻ BC എടുക്കുമ്പം ലോഡ് എന്താണ് UDL ആണ്. അപ്പം എന്താ ഷേപ്പ് വരിക പാരബോളാണ് വരിക. ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം എന്താണ് പാരബോളാണ് വരിക. വിത്ത് മാക്സിമം ഓർഡിനേറ്റ് അവിടെ ആയിരിക്കും, മിഡ് സ്പാൻ ആയിരിക്കും. അതെല്ലാവർക്കും അറിയണതിനെ കൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് ചുരുക്കിയിരിക്കണം. അപ്പോൾ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം സ്പാൻ BC എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ എന്താ എഴുതുക, ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുൾ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ എഴുതുക. ഓക്കെ, അതേപോലെ തന്നെ മാക്സിമം ഓർഡിനേറ്റിൻ്റെ വാല്യൂ എത്രയാണ് WL²/8 ആണ്. W എത്രയാണ് 40, ലെങ്ത് എത്രയാണ് 3, അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 എത്ര കിട്ടും 45 kN/m കിട്ടും. അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഏരിയ എന്താണ് പാരബോളൻ്റെ 2/3 ഇൻറ്റു ലെങ്ത് ഇൻറ്റു മാക്സിമം ഓർഡിനേറ്റ്. 2/3 ഇൻറ്റു ലെങ്ത് എത്രയാണ് 3 മീറ്റർ, മാക്സിമം ഓർഡിനേറ്റ് എത്ര 45. അപ്പോൾ 2/3 ഇൻറ്റു 3 ഇൻറ്റു 45 എടുക്കുമ്പോൾ എത്ര കിട്ടും 90 എന്ന് കിട്ടും. ഓക്കെ, ഇനി പാരബോളൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്ങനെ ആക്ട് ചെയ്യുക, പകുതിയിലാണ് ആക്ട് ചെയ്യുക. അപ്പം L/2 അപ്പോൾ എത്ര കിട്ടും 1.5 മീറ്റർ 1.5 മീറ്റർ. അതാണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഓക്കെ, അടുത്തത് സ്പാൻ CD-ൻ്റെത് എന്താണ് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഒരു ട്രയാങ്കിളാണ് വിത്ത് മാക്സിമം ഓർഡിനേറ്റ് അണ്ടർ ദ ലോഡാണ്. അത് ആ മാക്സിമം ഓർഡിനേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് WL/4 ആണ്. W എത്രയാണ് 60, ലെങ്ത് എത്രയാണ് 6 ഡിവൈഡഡ് ബൈ 4 അപ്പോൾ എത്ര കിട്ടും 90 എന്ന് കിട്ടും. അതാണ് ഇവിടെ മാർക്ക് ചെയ്തത്. യൂണിറ്റ് എന്താണ് kN/m ആണ്. ഓക്കെ, അടുത്തത് അതിൻ്റെ ഏരിയ ആണ് A2 എന്താണ് ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് 6, ഹൈറ്റ് എത്രയാണ് 90. അപ്പോൾ ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 90 എത്ര കിട്ടും 270. അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, ഇതേപോലെ തന്നെ ഹാഫിലാണ് ആക്ട് ചെയ്യുക. എത്രയാണ് L/2 അപ്പം 6ൻ്റെ പകുതി എത്രയാണ് 3 മീറ്റർ. അതാണ് കാണിച്ചത്. അടുത്തത് ഏതാണ് സ്പാൻ DE. സ്പാൻ DE ഇതേപോലെ തന്നെ എന്താ ലോഡിങ് 80 kN ലോഡാണ്. ആക്ട് ചെയ്യുന്നത് എവിടെയാണ് സ്പാനിൻ്റെ സെൻറ്ററിലാണ്. അപ്പോൾ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം എന്തായിരിക്കും ഒരു ട്രയാങ്കിൾ ആയിരിക്കും വിത്ത് ഇറ്റ്സ് മാക്സിമം ഓർഡിനേറ്റ് എവിടെ ആയിരിക്കും അണ്ടർ ദ ലോഡായിരിക്കും. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത് WL/4. W എത്രയാണ് 80, ലെങ്ത് എത്രയാണ് 4 ഡിവൈഡഡ് ബൈ 4 80 kN എന്ന് കിട്ടും. ഓക്കെ, അതിവിടെ എഴുതുക, അതേതാ മറക്കരുത്. പിന്നെ ക്യാപിറ്റൽ A3 എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഓൺ സ്പാൻ DE. അതായത് ഈ ഒരു ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയ ആണ് A3. എന്താണ് ഹാഫ് BH, ട്രയാങ്കിൾ അതിനെക്കൊണ്ട് ഹാഫ് BH. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് 4 മീറ്റർ, ഹൈറ്റ് എത്രയാണ് 80, 160 എന്ന് കിട്ടും. ഓക്കെ, അപ്പം പിന്നെ അടുത്തത് എന്താണ് സ്പാൻ EF ആണ്. സ്പാൻ EF ഇതേപോലെ തന്നെ ക്യാൻറ്റിലിവർ അതിനെക്കൊണ്ട് അതിനും എന്തില്ല ഫ്രീ മൊമെൻറ്റ് ഡയഗ്രം ഇല്ല. സപ്പോർട്ട്സ് സിംപ്ലി സപ്പോർട്ട് ആക്കുമ്പോൾ ഉണ്ടാവുന്ന മൊമെൻ്റാണ് എന്ത്
ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം. അപ്പം അത് ഓവർ ഹാങ്ങിങ് പോർഷൻ അതിനെക്കൊണ്ട് അതിനും എന്തില്ല ഫ്രീ മൊമെൻറ്റ് ഡയഗ്രാം ഇല്ല. അതും ഇതേപോലെ തന്നെ ലൈനാക്കി വരച്ചാൽ മതി. ഓക്കെ, അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഇപ്പോൾ ഇതിൽ 4 സപ്പോർട്ട്സ് ആണുള്ളത്, ബി സി ഡി ഇ. അപ്പം ആദ്യം ബി സി ആൻഡ് ഡി കൺസിഡർ ചെയ്യുക, 3 സപ്പോർട്ട്സ് ബി സി ആൻഡ് ഡി. അതിൽ 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, എന്നിട്ടൊരു ഇക്വേഷൻ കിട്ടും. അതിനുശേഷം സി ഡി ആൻഡ് ഇ കൺസിഡർ ചെയ്യുക, അതിൽ ഇതേപോലെ തന്നെ 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, അതിൽ നിന്നൊരു ഇക്വേഷൻ കിട്ടും. അത് രണ്ടും സോൾവ് ചെയ്ത് എന്ത് കിട്ടും, നമ്മളെ സപ്പോർട്ടിലുള്ള മൊമെൻറ്റ് വാല്യൂസ് കിട്ടും. അതാണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക ഫോർ സ്പാൻ ബി സി ആൻഡ് സി ഡി. ആദ്യം ബി സി ആൻഡ് സി ഡിക്ക് 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പം നമ്മൾ സാധാരണ 3 മൊമെൻറ്റ് ഇക്വേഷൻ ചെയ്ത് എം ബി ഇൻറ്റു L1/I1 പ്ലസ് 2MC ഇൻറ്റു L1/I1 പ്ലസ് L2/I2 പ്ലസ് MC ഇൻറ്റു L2/I2 ഈക്വൽ ടു -6 ക്യാപിറ്റൽ A1 സ്മോൾ a1 ഡിവൈഡഡ് ബൈ I1 L1 -6 ക്യാപിറ്റൽ A2 സ്മോൾ a2 ബൈ I2 L2 പ്ലസ് 6E HB/L1 പ്ലസ് 6E HD/L2. 3 മൊമെൻറ്റ് ഇക്വേഷൻ പഠിച്ചേക്കാൻ ചെറിയൊരു എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സപ്പോർട്ട് MB ഇൻറ്റു L1/I1 അതിൻ്റെ സ്പാന് അതിൻ്റെ മൊമെൻറ്റ് ഫിനിഷ് ചെയ്യുക, പ്ലസ് 2 ടൈംസ് സെക്കൻഡ് സപ്പോർട്ട് അതിനെക്കൊണ്ട് അതിന് 2 ഇൻറ്റു L1/I1 പ്ലസ് L2/I2 പ്ലസ് MC ഇൻറ്റു L2/I2. അങ്ങനെ ഫിഗർ നോക്കി പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ചെറിയൊരു ഈസിനെസ് ഉണ്ടെന്നുള്ളത്. അപ്പം അതൊന്ന് എല്ലാവരും ഒന്ന് നോക്കി നോക്കാം. ഇനി ഇതിലെന്താ ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I1 ഈക്വൽ ടു എന്താണ്, I ആണ്. I2 ഈക്വൽ ടു എന്താണ്, 2I ആണ്. ബി സി സ്പാൻ കൊണ്ട് I1 ഈക്വൽ ടു I2 ഈക്വൽ ടു 2I. അതേപോലെ തന്നെ HB HD എന്താണ്, സപ്പോർട്ട് സെറ്റിൽമെൻറ്റിനെ പറ്റിയൊന്നും പറയാത്തതിനെ കൊണ്ട് 0. പിന്നെ സ്മോൾ A1 1.5 ആണ്. അതേപോലെ തന്നെ സ്മോൾ A2 എന്താണ്, 3 മീറ്റർ ആണ്. സ്മോൾ A1 എന്ന് വെച്ചാൽ ബി സി ആൻഡ് സി ഡി കൺസിഡർ ചെയ്യുമ്പം ബി സപ്പോർട്ടിൽ നിന്ന് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള A1 സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, സ്മോൾ A1. അത് എത്രയാണ്, 1.5. സ്മോൾ A2 എന്ന് പറയുന്നതോ ബി സി ആൻഡ് സി ഡി കൺസിഡർ ചെയ്യുമ്പം സെക്കൻഡ് സ്പാനിൻ്റെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ത്, സ്മോൾ A2. അത് എത്രയാണ്, 3 മീറ്റർ. ഇനി ഇതിലെന്താ ചേഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സാധാരണ നമ്മൾ ബി എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ആണെങ്കിൽ MB 0 ആണ് എടുക്കുക. പക്ഷേ ഇവിടെ എന്തല്ല, ബി സിംപ്ലി സപ്പോർട്ടഡ് അല്ല. ബിയിൽ എന്തുണ്ട്, ഒരു ലോഡുണ്ട്. അപ്പം ബിയിലുള്ള ലോഡാണ്, ഞാൻ ഇത് മാറ്റി വരച്ചതാണ്. ബിയിലുള്ള ലോഡാണ് ഈ 40 kN/m. അത് 2 മീറ്ററിലുണ്ട്. അപ്പോൾ ഈ ലോഡിന് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊമെൻ്റ് ആക്കുക. ലോഡിനെ മൊമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യുക. അപ്പം ലോഡ് 40 ഡിസ്റ്റൻസ് 2 അതായത് 80 kN/m എന്ന് കിട്ടും. 40 ലെങ്ത്ത് ഇൻറ്റു 2 മീറ്റർ എന്ന് യു ഡി എൽ അതിനെക്കൊണ്ട് 40 ഇൻറ്റു 2 അപ്പം 80 kN/m എന്ന് കിട്ടും. ആ 80 kN/m ഇവിടെ ആക്ട് ചെയ്യുക, ആ ലെങ്ത്തിൻ്റെ സ്പാനിൻ്റെ പകുതിയിലാണ് എന്ത് ചെയ്യുക, ആ 80 kN/m ആക്ട് ചെയ്യുക. അപ്പം എ ബി സ്പാനിൽ 40 kN/m ലോഡ് ഉണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് 2 മീറ്ററിൽ. അപ്പം ലോഡിനെ മൊമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 40 ഇൻറ്റു 2 അപ്പം 80 kN/m. അതവിടെ ആക്ട് ചെയ്യണത് അതിൻ്റെ സെൻറ്ററിൽ. അപ്പം ഇൻറ്റു 1 എല്ലാവരും മുന്നേ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ലോഡിൻ്റെ മൊമെൻറ്റ് യു ഡി എല്ലിൻ്റെ മൊമെൻ്റ് എടുക്കാൻ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ലോഡാവും 40 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 80 kN/m കോൺസെൻട്രേറ്റഡ് ലോഡാവും. അത് എവിടെ ആക്ട് ചെയ്യുക, ആ സ്പാനിൻ്റെ പകുതിയിലാണ് ആക്ട് ചെയ്യുക. അപ്പോൾ 2 മീറ്റർ അതിനെക്കൊണ്ട് 1 മീറ്ററിലാണ് ആക്ട് ചെയ്യുക. അപ്പം ഇൻറ്റു 1 അപ്പോൾ എന്ത് കിട്ടും, 80 kN/m എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ 80 kN/m ലോഡിനെ കൊണ്ടുള്ള മൊമെൻറ്റ് സപ്പോർട്ടിലേക്ക് എങ്ങനെ വരിക, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് വരിക. സപ്പോർട്ടിലേക്ക് ഞാനിപ്പോൾ ഈ ഡോട്ടഡ് ലൈൻ വരച്ച പോലെ ഈ ഒരു ഡയറക്ഷനിലാണ് വരിക. ഓക്കെ, അപ്പോൾ ലോഡിനെ കൊണ്ടുള്ള മൊമെൻറ്റ് സപ്പോർട്ടിലേക്ക് ഈ ഒരു ഡയറക്ഷനിലാണ് വരിക. അപ്പം ഈ ലോഡിൻ്റെ കാരണം കൊണ്ട് ഉള്ള മൊമെൻറ്റ് ഈ സപ്പോർട്ടിലേക്ക് ഈ ഒരു ഡയറക്ഷനിലാണ് ഇങ്ങനെ പോവുക. സപ്പോർട്ട് അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാണ് ബി എന്ന് പറയുന്ന സപ്പോർട്ട് അതിനെന്ത് ചെയ്യും, ആ ലോഡ് താങ്ങാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് അതിനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എടുക്കുക. സപ്പോർട്ടിലേക്ക് ഈ ലോഡ് ഇങ്ങനെ വരുമ്പം സപ്പോർട്ട് അതിനെന്ത് ചെയ്യും, നേരെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് അതിനെന്താക്കും, ഓപ്പോസിറ്റ് ആയിട്ടാണ് എടുക്കുക. അപ്പം ഇവിടെ ഇങ്ങനെ 80 kN/m ഇങ്ങനെ സപ്പോർട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഡയറക്ഷനിൽ എടുക്കും. ഓക്കെ, അപ്പം ഈ ഒരു ജോയിൻറ്റ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു സൈഡിൽ എന്ത് വന്ന് 80 kN/m എന്ന് വന്ന്, അപ്പം ഈ സൈഡിൽ നിന്ന് എന്തെടുക്കും, സപ്പോർട്ട് ജോയിൻറ്റ് ഇക്വിലിബ്രിയം നിൽക്കാൻ വേണ്ടിയിട്ട്, ആ ജോയിൻറ്റ് ഇക്വിലിബ്രിയത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ നിന്ന് എന്താക്കും, ഒരു 80 kN/m കൊടുക്കും. ഇതാണ് കൺസെപ്റ്റ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം ലോഡിൻ്റെ കാരണം കൊണ്ട് മൊമെൻ്റ് ഈ ഡയറക്ഷനിൽ വരും.
അപ്പം സപ്പോർട്ട് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടാണല്ലോ മൊമെൻറ്റ് എടുക്കേണ്ടത്, ലോഡിൻ്റെ മൊമെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ സപ്പോർട്ട് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ, ലോഡിനെ താങ്ങാനുള്ള ഇതാണ് സപ്പോർട്ട്. അപ്പോൾ സപ്പോർട്ട് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആണ് സപ്പോർട്ടിൽ മൊമെൻറ്റ് എടുക്കുക. അതാണ് കാണിച്ചത്. എത്ര വരുന്ന ലോഡ് 80 kN മീറ്റർ. അപ്പോൾ സപ്പോർട്ട് അതിന് എന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റായി 80 kN മീറ്റർ എടുക്കും. അപ്പം ഇവിടെ 80 kN മാത്രമായിട്ട് ഈ ഒരു ജോയിൻറ്റ് നിൽക്കില്ല. അപ്പം ഇവിടെ നിന്നും കൂടി എന്ത് ചെയ്യണം, ഒരു 80 kN മീറ്റർ നേരെ ഓപ്പോസിറ്റും വരണം. അപ്പോൾ എന്താവും, ഈ ഒരു ജോയിൻറ്റ് ബിയിൽ ഇങ്ങനെ ഹോഗിങ് മൊമെൻറ്റ് വരും. എത്ര ഇൻറ്റൻസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 kN മീറ്റർ. ഹോഗിങ് മൊമെൻറ്റിൻ്റെ സൈൻ എന്താണ്, സപ്പോർട്ടിൽ ഹോഗിങ് മൊമെൻ്റ് ആണെങ്കിൽ സൈൻ എന്താണ്, മൈനസ് ആണ്. സാഗിങ് മൊമെൻ്റ് എന്ന് വെച്ചാൽ ഇതാണ് സാഗിങ് മൊമെൻറ്റ്. അതിൻ്റെ ഡയറക്ഷൻ പ്ലസ് ആണ്. ഇത് ആലോചിക്കാൻ എന്താ എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മൈലി ആലോചിച്ചാൽ മതി. സ്മൈലി ഡയറക്ഷൻ അത് പ്ലസ് ആണ്. ഹോഗിങ് നേരെ മുകളിലേക്കാണെങ്കിൽ എന്താണ്, മൈനസ് ആണ്. ഓക്കെ, അപ്പം എം ബി എത്രയാണ് വാല്യൂ വരിക, -80 kN ആണ് വരിക. ഇനി വാല്യൂസ് ഒക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എം ബി ഇൻറ്റു L1/I1 പ്ലസ് 2MC ഇൻറ്റു L1/I1 പ്ലസ് L2/I2 പ്ലസ് MD ഇൻറ്റു L2/I2 -6A1A1. നമ്മൾ 3 മൊമെൻറ്റ് ഇക്വേഷനിൽ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എം ബി എത്രയാണ്, -80 ഇൻറ്റു L1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഡിവൈഡഡ് ബൈ I1I, അപ്പോൾ 3/I പ്ലസ് 2MC ഇൻറ്റു 3/I പ്ലസ് 6/2I പ്ലസ് MD ഇൻറ്റു 6/2I ഈക്വൽ ടു -6 ഇൻറ്റു ക്യാപിറ്റൽ A1 എത്രയാണ് 90 ഇൻറ്റു സ്മോൾ A1 എത്രയാണ് 1.5 ഡിവൈഡഡ് ബൈ I1L1 അപ്പോൾ 3I -6 ഇൻറ്റു ക്യാപിറ്റൽ A2 270 ആണ് ഞാൻ മുന്നേ എഴുതിക്കുന്നത്. 270 ഇൻറ്റു സ്മോൾ A2 എത്രയാണ് 3 ഡിവൈഡഡ് ബൈ I2 എത്രയാണ് 2I ഇൻറ്റു ലെങ്ത് എത്രയാണ് 6. അത് എഴുതുക. ഇനി എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. എന്നിട്ട് MD എന്ത് കിട്ടും, ഒരു ഇക്വേഷൻ കിട്ടും. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഈ സ്റ്റെപ്പ് ഞാൻ ഇവിടെ വായിച്ചിട്ടില്ല. അപ്പം 80 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 240. അപ്പോൾ -240/I പ്ലസ് 3/I ഈ 6/2 എന്താവും 3 ആവും. അപ്പോൾ 3/I പ്ലസ് 3/I എന്ന് എത്ര വെച്ചാൽ എത്ര 6/I. 6/I ഇൻറ്റു 2 എത്ര 6 ഇൻറ്റു 2 12. അപ്പോൾ 12MC/I പ്ലസ് 6/2 എത്രയാണ് 3. അപ്പോൾ 3MD/I ഈക്വൽ ടു ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, -270/I എന്ന് കിട്ടും. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, -405 എന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, എല്ലാ ടേംസിലുള്ള I എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക, MC ആൻഡ് MD ഇക്വേഷൻ ആക്കുക. അപ്പോൾ എല്ലാ ടേംസിനും I കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ -240 പ്ലസ് 12MC പ്ലസ് 3MD ഈക്വൽ ടു -270 -405 എന്ന് കിട്ടും. -270 -405 എത്രയാണ്, -6 and 5. -240 എന്ത് ചെയ്യുക, അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകും. അപ്പോൾ +240. അപ്പോൾ 12MC പ്ലസ് 3MD ഈക്വൽ ടു എന്ത് കിട്ടും, -6 and 5 പ്ലസ് 240 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ 12MC പ്ലസ് 3MD ഈക്വൽ ടു ഇത് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര കിട്ടും, -435 എന്ന് കിട്ടും. എല്ലാവരും ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പം എന്ത് ചെയ്യുക, ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. അപ്പം 4MC പ്ലസ് MD ഈക്വൽ ടു -145 എന്ന് കിട്ടും. ഇനി എന്ത് കൊടുക്കുക, ഇക്വേഷൻ 1 കൊടുക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ CD ആൻഡ് Dയിൽ എന്ത് ചെയ്യുക, 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഇതേപോലെ ഇക്വേഷൻ 2 കിട്ടും. രണ്ടും കൂടി സോൾവ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുക, മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ഏത് സ്പാൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പാൻ CD ആൻഡ് Dക്ക് എന്ത് ചെയ്യുക, 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ 3 മൊമെൻറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പം MC ഇൻറ്റു L2/I2 പ്ലസ് 2MD ഇൻറ്റു L2/I2 പ്ലസ് L3/I3 പ്ലസ് ME ഇൻറ്റു L3/I3 ഈക്വൽ ടു -6 ക്യാപിറ്റൽ A2 സ്മോൾ A2/I2 L2 -6 ക്യാപിറ്റൽ A3 സ്മോൾ A3/I3 L3 എന്ന് കിട്ടിയിട്ടുണ്ടാവും. -6 ക്യാപിറ്റൽ A2 ഇൻറ്റു അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ A2 -6 ക്യാപിറ്റൽ A3 സ്മോൾ A3/I3 L3. ഇതിലിപ്പം സ്മോൾ A2 ഏതാ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CD ആൻഡ് Dയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം സ്മോൾ A2 എന്ന് പറയുമ്പം C സപ്പോർട്ടിൽ നിന്ന് CD സ്പാൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ത് A2. അപ്പോൾ എത്രയാണ് 3 മീറ്റർ. ഓക്കെ, അതേപോലെ തന്നെ A3 എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സപ്പോർട്ടിൽ നിന്ന് DE സ്പാനിൻ്റെ സെൻറ്റർ ഓഫ് ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ത് സ്മോൾ A3. ഓക്കെ, അതെത്ര ആയിരിക്കും 2 മീറ്റർ. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ AB ആൻഡ് BC എടുക്കുമ്പോൾ ഇവിടെ വരും, CD ആൻഡ് D എടുക്കുമ്പോൾ വരും, ഏത് സ്പാൻ വരും, ഈ സ്പാൻ വരും. CD ആൻഡ് D എടുക്കുമ്പം A2 എന്ന് പറയുന്നത് ഫസ്റ്റ് സപ്പോർട്ടിൻ്റെ
ഫസ്റ്റ് സപ്പോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ഏതിൻ്റെ സി ഡി സ്പാനിൻ്റെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി തൊട്ടിട്ട് ഫസ്റ്റ് സി എന്ന് പറയുന്ന സപ്പോർട്ട് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് A2, അത് എത്രയാണ് 3 മീറ്റർ. അതേപോലെ തന്നെ A3 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ഇ സ്പാനിൻ്റെ ഫ്രീ മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഫ്രം എങ്ങോട്ടാണ് E എന്ന് പറയുന്ന സപ്പോർട്ടിലേക്ക്, അത് എത്രയാണ് 2 മീറ്റർ. അപ്പം അതാണ് A3 ആൻഡ് A2. പിന്നെ Hൻ്റെ ടേംസ് എഴുതിയിട്ടില്ല, കാരണം സെറ്റിൽമെൻറ്റ് എന്താണ് 0 ആണ്. ഇനി ഇതിലെന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ C, D ആൻഡ് E സാധാരണ ഈ സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടാണ് ഉണ്ടാവല്, പക്ഷേ ഇവിടെ എന്താണ് cantilever ആണ്. അപ്പം ഈ ലോഡിൻ്റെ കാരണം കൊണ്ട് എന്തുണ്ടാവും, ഒരു മൊമെൻ്റ് ഉണ്ടാവും ഈ ഒരു സപ്പോർട്ടിൽ. ആ മൊമെൻ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ആ മൊമെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു ഡയഗ്രാം അങ്ങോട്ടേക്ക് മാറ്റി വരച്ചതാണ്. ഇത് F 40 കിലോ ന്യൂട്ടൺ ആണ് cantilever, അത് അറ്റ് എ ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. അപ്പം ഈ ഒരു ലോഡ് ഈ ഒരു സപ്പോർട്ടിൽ ഉണ്ടാക്കുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് 40 × 2 ആയിരിക്കും. ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് മൊമെൻ്റ് ഉണ്ടാവുക എപ്പോഴും. ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, ലോഡ് 40, ഡിസ്റ്റൻസ് എത്രയാണ് 2, അപ്പോൾ 40 × 2. അപ്പം 80 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് ഈ സപ്പോർട്ടിലേക്ക് ലോഡ് ഉണ്ടാക്കുന്ന മൊമെൻറ്റ്. അപ്പോൾ ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ലോഡിൻ്റെ കാരണം കൊണ്ടുള്ള ഈ ഒരു മൊമെൻറ്റിനെ സപ്പോർട്ട് എന്ത് ചെയ്യണം, താങ്ങണം. അപ്പോൾ സപ്പോർട്ട് ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്ന മൊമെൻറ്റിനെ സപ്പോർട്ട് എന്താക്കിയിട്ട് എടുക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കും. എത്ര മാഗ്നിറ്റ്യൂഡ്, സെയിം മാഗ്നിറ്റ്യൂഡിൽ, എന്നാലേ സപ്പോർട്ട് എന്ത് ചെയ്യുള്ളൂ, താങ്ങുള്ളൂ. അല്ലെങ്കിൽ സപ്പോർട്ട് എന്താവും, ഫെയിലാവും. അപ്പോൾ സപ്പോർട്ട് താങ്ങാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് എന്ത് ചെയ്യും, ഈ ലോഡിൻ്റെ കാരണം കൊണ്ട് വരുന്ന മൊമെൻറ്റിന് എന്ത് ചെയ്യും, സപ്പോർട്ട് എടുക്കും. സെയിം ഇപ്പോൾ 80 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് വരുന്നെങ്കിൽ 80 കിലോ ന്യൂട്ടൺ മീറ്റർ വരും, എടുക്കും. ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ സപ്പോർട്ട് അതിനെന്താക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കും, എന്നാലല്ലേ സപ്പോർട്ട് നിൽക്കുള്ളൂ. ഒരാൾ വീണ് പോകുമ്പം നമ്മളൊന്നും കൂടി ചവിട്ടി താത്തൂലല്ലോ, അതിന് അയാളെ സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ എന്ത് ചെയ്യുക, പിടിച്ച് പൊക്കുക ചെയ്യുക. അതേപോലെ തന്നെ ഈ സപ്പോർട്ട് എന്ത് ചെയ്യും, വരുന്ന ക്ലോക്ക് വൈസ് മൊമെൻറ്റിന് എന്ത് ചെയ്യും, സപ്പോർട്ട് എങ്ങനെ എടുക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് എടുക്കും, എന്നാലേ സപ്പോർട്ട് അവിടെ ഫെയിൽ ആവാണ്ട് നിൽക്കുള്ളൂ. അപ്പം ഇവിടെ അങ്ങനെ 80 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. അപ്പം ജോയിൻ്റ് ഇയിൽ 80 കിലോ ന്യൂട്ടൺ മീറ്ററിൽ എന്താവില്ല ഈ ഒരു സാധനം. ഇപ്പോൾ ഇവിടെ എന്തില്ല, ഈ ഒരു ഇപ്പം ഡി ഇ സ്പാനിൽ എന്തില്ല, ഇവിടെ അങ്ങനെ ഇതാണ് ഇപ്പോൾ ഡി ഇ സ്പാൻ. ഇപ്പം ഇവിടെ 80 കിലോ ന്യൂട്ടൺ മീറ്റർ മൊമെൻറ്റ് വന്ന് സപ്പോർട്ടിൽ. അപ്പം സപ്പോർട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിൻ്റ് ഇക്വിലിബ്രിയത്തിന് വേണ്ടിയിട്ട് ആ സപ്പോർട്ട് അങ്ങനെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവിടുന്ന് ഒരു 80 കിലോ ന്യൂട്ടൺ മീറ്റർ കൊടുക്കും. സപ്പോർട്ട് അതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എന്തുണ്ടാവും, ഒരു 80 കിലോ ന്യൂട്ടൺ മീറ്റർ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് എങ്ങനെ മാർക്ക് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ 2 ഡയറക്ഷനും വരച്ചിട്ട് ഇങ്ങനെ 80 കാണിക്കുകയാണ് ചെയ്യുക. 80 കിലോ ന്യൂട്ടൺ മീറ്റർ. അപ്പം അതായത് ഇവിടെ എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ 80 കിലോ ന്യൂട്ടൺ മീറ്റർ ഉണ്ടാവും. കാരണം ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു 80 വരുമ്പം സപ്പോർട്ട് എന്താവും, ഇക്വിലിബ്രിയത്തിലാവണം. സപ്പോർട്ട് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ അവിടെയുള്ള സം ഓഫ് മൊമെൻറ്റ് എന്താവണം, 0 ആവണം. അപ്പോൾ ഇവിടുന്ന് 80 വരുമ്പം സപ്പോർട്ട് എന്താക്കും, അവിടുന്ന് ഒരു 80 ഇടും, നേരെ ഓപ്പോസിറ്റ്. അപ്പം എന്താക്കും, ജോയിൻറ്റിൽ എന്താവും, ഇക്വിലിബ്രിയം ഉണ്ടാവും. അല്ലെങ്കിൽ ജോയിൻറ്റിൽ എപ്പോൾ എന്ത് വേണം, ഇക്വിലിബ്രിയം വേണം. അപ്പം ഇവിടുന്ന് 80 വരുമ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യും, ജോയിൻറ്റ് ഇക്വിലിബ്രിയത്തിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ഇവിടുന്ന് ഒരു 80 കൊടുക്കും. അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു സപ്പോർട്ടിൽ 80 മൊമെൻ്റ് എന്ന് പറയുമ്പം അതിങ്ങനെയാണ് കാണിക്കുക. ഓക്കെ, അപ്പം ഇതെല്ലാവരും ഓർത്ത് വെക്കുക. അതാണ് ഇപ്പം 3 മൊമെൻറ്റ് ഇക്വേഷനിലുള്ള മറ്റേ cantilever പോർഷനിലുള്ള വ്യത്യാസം. ഓക്കെ, അതേപോലെ തന്നെ ഈ മൊമെൻ്റ് അറ്റ് ഇൻ്റെ വാല്യൂ എന്താ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയല്ല ഡയറക്ഷൻ. അപ്പം ഇങ്ങനെ ഡയറക്ഷൻ വരുമ്പം ഹോഗിങ് മൊമെൻ്റ് ആണ് വരിക. അപ്പോൾ ഇതാണ് സപ്പോർട്ട്. അപ്പോൾ സപ്പോർട്ടിൽ ഇങ്ങനെ ഹോഗിങ് മൊമെൻ്റ് ആണെങ്കിൽ സൈൻ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇതിങ്ങനെ ഹോഗിങ് മൊമെൻ്റ് ആണ്. ഈ ഒരു സപ്പോർട്ടിൽ ഈ മൊമെൻ്റ് ആണെങ്കിൽ എന്താണ്, ഹോഗിങ് മൊമെൻ്റ് ആണ്. ഹോഗിങ് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ്, നെഗറ്റീവാണ്. അപ്പം -80 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് എന്ത്, എമ്മിൻ്റെ വാല്യൂ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം ജോയിൻറ്റ് ഇക്വിലിബ്രിയം ഉള്ളതിനെ കൊണ്ട് ഇവിടെ 80 കിലോ ന്യൂട്ടൺ മീറ്റർ സപ്പോർട്ട് കൊടുക്കുമ്പം അതിനെന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ നിന്നും ഒരു 80 കിലോ ന്യൂട്ടൺ മീറ്റർ വരണം. സം ഓഫ് മൊമെൻറ്റ്സ് എപ്പോൾ എന്തായിരിക്കണം, ജോയിൻറ്റിൽ 0 ആയിരിക്കണം. ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് എന്താണ് ഇത് വരുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇവിടെ ഹോഗിങ് മൊമെൻ്റ് ആണ് ഉണ്ടാവുക. അപ്പം സപ്പോർട്ടിൽ ഹോഗിങ് മൊമെൻ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ് 80. അപ്പോൾ -80 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് എന്ത്, ME എന്ന് പറയുന്നത്. ഓക്കെ, A2 ഈക്വൽ ടു എന്താണ്, CD ആൻഡ് D കൺസിഡർ ചെയ്യുമ്പോൾ A2 ഈക്വൽ ടു 3 മീറ്റർ ആണ്. അതേപോലെ തന്നെ A3 ഈക്വൽ ടു എന്താണ്, 2 മീറ്റർ ആണ്. അത് ഞാൻ മുന്നേ പറഞ്ഞതാണ്.
ഇനി I2 ഈക്വൽ ടു എന്താണ് 2i I3 ഈക്വൽ ടു എന്താണ് 1.5 i ആണ്. അതൊക്കെ എന്ത് ചെയ്യുക, നമ്മളെ ഇക്വേഷനിൽ MC ഇൻറ്റു L2/I2 എന്ന് പറഞ്ഞാൽ 3 മൊമെൻറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 മൊമെൻറ്റ് ഇക്വേഷനിൽ Hൻ്റെ ടേംസ് ചെയ്തിട്ടില്ല, കാരണം സെറ്റിൽമെൻറ്റ് എന്താണ് 0 ആണ്. അപ്പം MC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം MC ഇൻറ്റു L2 എത്രയാണ് 6/2i പ്ലസ് MC ഇൻറ്റു 6/2i പ്ലസ് 2MD ഇൻറ്റു 6/2i പ്ലസ് 4/1.5i മൈനസ് ME എത്രയാണ് -80. അപ്പം -80 ഇൻറ്റു L3 എത്രയാണ് 4 ഡിവൈഡഡ് ബൈ 1.5i ഈക്വൽ ടു -6a2 ഡിവൈഡഡ് ബൈ I2 L2 ആണ്. അപ്പം -6 ഇൻറ്റു ക്യാപിറ്റൽ A2 എത്ര 270 ഇൻറ്റു സ്മോൾ A2 എത്ര 3 ഡിവൈഡഡ് ബൈ I2 L2. അപ്പോൾ 2i ഇൻറ്റു 6 -6 ഇൻറ്റു 16 അടുത്ത എത്രയാണ് ക്യാപിറ്റൽ A3 എത്രയാണ് 160 ഇൻറ്റു സ്മോൾ A3 എത്രയാണ് 2 ഡിവൈഡഡ് ബൈ I2 L2 I2 എത്രയാണ് I2 അല്ല I3 ഡിവൈഡഡ് ബൈ I3 ഇൻറ്റു L3 എത്രയാണ് 1.5i ഇൻറ്റു L3 എത്രയാണ് 4. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഇതിനെന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, ഇക്വേഷൻ ഫോം ചെയ്യുക. അതാണ് അടുത്ത പരിപാടി. അപ്പം ഇത് നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പ് MC ഇൻറ്റു 6/2i പ്ലസ് 2MD ഇൻറ്റു 6/2i പ്ലസ് 4/1.5i ഇൻ -80 ഇൻറ്റു 4/1.5 ഈക്വൽ ടു -6 ഇൻറ്റു 270 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2i ഇൻറ്റു 6 -6 ഇൻറ്റു 160 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1.5 ഇൻറ്റു 4. ഇനി ഇത് 6/2 എന്ന് വെച്ചാൽ എത്ര 3. അപ്പോൾ 3MC/i പ്ലസ് 2MD ഇൻറ്റു 3/i 6/2 എന്ന് വെച്ചാൽ 3. അപ്പോൾ 3/i പ്ലസ് 4/1.5i -80 ഇൻറ്റു 4/1.5 നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും -213.33/i എന്ന് കിട്ടും. ഈക്വൽ ടു ഇത് കാൽക്കുലേറ്ററിൽ ചെയ്യുക -405/i എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പം -320/i എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എല്ലാ ടേംസിലും എന്തുണ്ട് I ഉണ്ട്. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക കട്ട് ചെയ്യുക. എല്ലാ ടേംസിലും I ഉള്ളതിനെ കൊണ്ട് എന്ത് ചെയ്യുക അതിനെ കട്ട് ചെയ്യുക. അതിനെ കട്ട് ചെയ്താൽ 3MC പ്ലസ് ഇതിന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. 3 + 4/1.5 അടിച്ച് നോക്കുക ഇൻറ്റു 2 ചെയ്താൽ 11.3 MD എന്ന് കിട്ടും. അപ്പോൾ 3MC പ്ലസ് 11.3 MD മൈനസ് 213.33 ഈക്വൽ ടു -725 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിലെ നമ്പേഴ്സിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ 3MC പ്ലസ് 11.3 MD ഈക്വൽ ടു -511.67 എന്ന് കിട്ടും. ഇതിനെന്ത് കൊടുക്കുക ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻസ് 1 and 2 സോൾവ് ചെയ്യുക. എന്നിട്ട് MB MC ആൻഡ് MDൻ്റെ വാല്യൂസ് എന്ത് ചെയ്യുക MB അല്ല MC ആൻഡ് MDൻ്റെ വാല്യൂസ് എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് 4MC പ്ലസ് MD ഈക്വൽ ടു -145 ആണ്. അതേപോലെ തന്നെ ഇക്വേഷൻ 2 എന്ന് പറയുന്നത് 3MC പ്ലസ് 11.3 MD ഈക്വൽ ടു -511.67 ആണ്. അതുകൊണ്ട് നമുക്ക് മുന്നേ കിട്ടിയതാണ് ഇക്വേഷൻസ് 1 and 2. അത് രണ്ടും എന്ത് ചെയ്യുക സോൾവ് ചെയ്യുക കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട്. മാനുവലായിട്ട് ചെയ്യണമെങ്കിൽ മാനുവലായിട്ട് ചെയ്യാം. ഇനി ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MC ഈക്വൽ ടു -26.7 MD ഈക്വൽ ടു -38.19 കിട്ടും. MC ആൻഡ് MB എന്ത് ചെയ്തിട്ട് നമ്മൾ മുന്നേ കണ്ടുപിടിച്ച് വെച്ചിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റ് ഈ ഒരു ഫിഗറിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം MD ഈക്വൽ ടു -38.19 എന്ന് പറയും മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുക 38.19. അതായത് ആ ജോയിൻറ്റിലുള്ള മൊമെൻറ്റ് ജോയിൻറ്റിൽ ഒരു സൈഡിലേക്കായിട്ട് എന്തുണ്ടാവില്ല മൊമെൻറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. അത് ജോയിൻറ്റ് ഇക്വിലിബ്രിയത്തിന് തെറ്റാണ്. ജോയിൻറ്റ് ഇക്വിലിബ്രിയം വരണമെങ്കിൽ സം ഓഫ് മൊമെൻറ്റ് എന്തായിരിക്കണം 0 ആയിരിക്കണം. അതായത് ഇവിടെ നിന്ന് ഇപ്പം ക്ലോക്ക് വൈസ് ആയിട്ട് 38.19 വരുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് എന്ത് വരണം 38.19 വരണം. അപ്പം ആ ജോയിൻറ്റിൽ മൊമെൻറ്റ് എന്തായിരിക്കും സം ഓഫ് മൊമെൻറ്റ്സ് എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ബാലൻസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞ കൺസെപ്റ്റ്സും. നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ മൊമെൻറ്റ് C എന്ന് പറയുമ്പോൾ -26.7 എന്ന് പറയുമ്പം അതും ഇങ്ങനെ മാർക്ക് ചെയ്യുക. സെയിം കൺസെപ്റ്റ്. മൈനസ് എന്ന് പറയുമ്പം സപ്പോർട്ടിൽ എന്താ കാണിക്കുക ഹോഗിങ് ആണ് കാണിക്കുക. ഇതേപോലെ ഹോഗിങ് ആണ് കാണിക്കുക. ഓക്കെ, സാഗിങ് എന്ന് പറയുമ്പം താഴത്തേക്കാണ്. അതെന്താണ് പ്ലസ് ആണ്. അത് ഓർക്കാനുള്ള എളുപ്പവഴിയാണ്. സ്മൈലി ആലോചിച്ച് വെച്ചാൽ മതി. അതെപ്പോൾ എന്താണ് പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റിക്വയർഡ് മൊമെൻറ്റ്സ്. എപ്പോഴും ജോയിൻറ്റിൽ എന്ന് പറയുന്നത് സം ഓഫ് മൊമെൻറ്റ്സ് എന്തായിരിക്കും 0 ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. അതിൻ്റെ കൂടെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യനെ പറ്റി പറയാനുള്ളത്.